വൃത്തികെട്ട രീതിയിലേക്ക് മാറ്റിയിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് താഴത്തേക്ക് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴെങ്കിലും സൈബർ ക്രൈംസിനെ മുഴുവനായി തുടച്ചു നീക്കാൻ സാധിക്കുമോ? സാധിക്കില്ല, ഒട്ടും സാധിക്കില്ല. നിങ്ങളെ തന്നെ കാണാനോ കേൾക്കാനോ ഇഷ്ടമല്ലാത്തൊരു രീതിയിലേക്കുള്ള ഒരു സാധനം നിങ്ങൾ ഡിജിറ്റൽ സ്പേസിൽ സേവ് ചെയ്യരുത്. ദർ ഇസ് നോ 100% ഡിലീഷൻ. ഫോട്ടോ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുക, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിക്കുക, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഇപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് പുറത്ത് വരുന്നത് അൺഫോർച്ചുനേറ്റ്ലി ചില മരണങ്ങൾ സംഭവിക്കേണ്ടി വന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മളെ കേൾക്കണമെങ്കിൽ നമ്മൾ മരിക്കണം എന്ന് പറയുന്നത് വലിയൊരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആണ്. ഓരോ വെബ്സൈറ്റ് കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡേറ്റ കൊടുക്കേണ്ടി വരും. ഇവരിത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നെങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും? സൈബർ ക്രൈമിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. ആ ഇമ്പാക്റ്റ് നമ്മുടെ മുമ്പിൽ വരുന്നവരേക്കും നമ്മൾ അറിയില്ല. പെനൽറ്റീസ് നിസ്സാരല്ല. 50 ലക്ഷം മുതൽ 250 കോടി വരെയാണ്. ലോൺ ആപ്പിന്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവർ ആത്മഹത്യ ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. 2000 രൂപ മുതൽക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ നിങ്ങളുടെ കാണുമ്പോഴേക്കും ആൾക്കാർ ക്ലിക്ക് ചെയ്യാണ്. ആ ആപ്പ് ഡൗൺലോഡ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണ് അതിനകത്ത് കോംപ്രമൈസ്ഡ് ആവുന്നു. ആ ഫോൺ കോംപ്രമൈസ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ കോൺടാക്ട്സ്, നിങ്ങളുടെ ഗാലറി എല്ലാം അവരുടെ കയ്യിലാവുകയാണ്. ഫ്രീ ആയിട്ട് ഒരു സാധനവും ജീവിതത്തിൽ കിട്ടില്ല എന്നുള്ളതും ആദ്യത്തെ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു ഇഷ്യൂ പെട്ടുപോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും സഹിച്ചുകൊണ്ടിരിക്കരുത്, പണം കൊടുത്തുകൊണ്ടേ ഇരിക്കരുത്, ബ്ലാക്ക് മെയിലിന് നമ്മൾ സക്കം ചെയ്യരുത്.